എല്ലാവർക്കും സ്വാഗതം. ഫ്രഷ് ഫാമിലി ഫുഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ്. കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഞണ്ട് എങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്തെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഞണ്ട് ഇങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഞണ്ടിന്റെ പുറത്തെ തോട് നമുക്ക് പൊളിക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പൊളിച്ച് നമുക്ക് ഈ വേസ്റ്റ് ആണ് ഇത്. ഈ നമുക്കിങ്ങനെ പൊളിച്ചത് ഓരോന്നിങ്ങനെ മാറ്റാം. അപ്പം പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടും. കണ്ടോ, ഇതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇങ്ങനെ സാഫ് ചെയ്യുക. ഇതെല്ലാം സാഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ചെറിയ കാലുകളൊക്കെ കുറച്ച് കളയാം. നമുക്ക് ഈ ചെറിയ കാലിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചെറിയ ഇതൊക്കെ എടുത്താൽ മതി. കുറച്ചൊക്കെ നമുക്ക് ഇതിന്റെ കളയാം. അപ്പോൾ നമ്മുടെ ഞണ്ട് ഞാൻ നല്ല രീതിയിൽ വൃത്തിയായി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അത് ഞണ്ട് വേണം. അതിന് നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടി, ഇത് ചെറിയുള്ളി, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഗരം മസാലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾ, ഉപ്പ്, അതുപോലെ തന്നെ ഇച്ചിരി സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളിക്കയുണ്ട്, ഇച്ചിരി കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിനകത്ത് ഞാൻ ജീരകവും പെരിഞ്ജീരകവും കടുകും ഞാൻ പൗഡർ ആക്കിയിട്ടുണ്ട്. കാരണം കടുക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഞണ്ടിനകത്ത് ചേർക്കുമ്പോൾ നമുക്കൊന്ന് ഡൈജഷന് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്യാസ് ഉള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പം ഈ കടുക് ചേർത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഉള്ളവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലവും അതുപോലെ തന്നെ ഡൈജഷനും നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇച്ചിരി കടുകും കൂടെ ഇതിന്റെ കൂടെ അരച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മള് ഗ്യാസ് കത്തിച്ചു. ഞാനൊരു ചീൻചട്ടി ഇതിലോട്ട് വെച്ചു. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകട്ടെ. അപ്പൊ എണ്ണ ചൂടായി. ഇത്തിരി ഗരം മസാല പൊടിക്കാത്തത്, ഏലക്ക, ഗ്രാമ്പു, നമ്മുടെ കറുവപ്പട്ട, തേപ്പട്ട, നമുക്ക് കുറച്ച് കടുകിടാം. ചെറിയുള്ളി അരിഞ്ഞത് നമ്മൾ ഇടുകയാണ്. ചെറുതായിട്ടൊന്ന് ചുമക്കട്ടെ ചെറിയുള്ളി. നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിടാം. ഇതെല്ലാം മൂത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ചേർക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ചെറിയ കളറൊക്കെ മാറി ഒന്ന് വഴറ്റി തുടങ്ങി. അപ്പൊ നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതിടാം. നമ്മൾ സവാള ഇട്ടു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഏകദേശം സവാള നമുക്കൊന്ന് ചൂടായി. ഏകദേശം നമ്മുടെ ഉള്ളിയെല്ലാം വഴറ്റി ഒരു ചെറിയ കളറൊക്കെ വ്യത്യാസം വന്ന് ഒരുപാട് വഴറ്റരുത്, ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു പകുതി വേവ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇടുകയാണ്.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി ഇത് മൂത്തതിന് ശേഷം നമുക്ക് തക്കാളിക്ക് ഇടാം. അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും എല്ലാം ഒന്ന് നല്ല രീതിയിൽ വഴഞ്ഞി കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തക്കാളിക്ക് ഇടാം. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി നമുക്ക് തക്കാളിക്കും കൂടെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കും ഏകദേശം വഴറ്റി കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പതുക്കെ മസാലകൾ ഇടാം. ആദ്യം കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി ഇടാൻ പോവുകയാണ് ഞാൻ. മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ഒരു കുറച്ച്. നമ്മൾ അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഉപ്പ്, ഞാൻ ഉപ്പ് ഇട്ടുകയാണ്. ഇത് കുറച്ച് നമ്മുടെ ഗരം മസാല അത് ഇടുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളൊന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഈ നമ്മുടെ മല്ലി ഉണ്ടല്ലോ, മല്ലി ശരിക്കും മൂത്ത് കഴിയുമ്പോൾ ഒരു പച്ചപ്പ് ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മൂത്തിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മറ്റുള്ള മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ശരിക്കും നല്ല രീതിയിലൊന്ന് മൂക്കട്ട്. അപ്പോൾ നമ്മുടെ ഇട്ടിരിക്കുന്ന നമ്മുടെ മല്ലിപ്പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ എല്ലാം മൂത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പൊടിച്ചു വച്ചിരിക്കുന്ന പെരിഞ്ജീരകവും ജീരകവും കടുക് പൊടിച്ചതും അത് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കടുക് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ദഹനത്തിനും അതെല്ലാം ഗ്യാസ് രണ്ട് കഴിക്കുമ്പോൾ പലർക്കും ഗ്യാസ് കയറും. അപ്പോൾ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അതിളക്കി ഇത് നമ്മൾ കുറച്ച് കാശ്മീരി പൗഡർ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ശരിക്കും മൂത്തതിന് ശേഷം നമുക്ക് ഞണ്ട് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഒരു ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇടുകയാണ്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ശരിക്കും ഇളക്കാൻ വേണ്ടി നമുക്ക് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടെ ശരിക്കും വേഗം മസാല എല്ലാം കൂടെ വേഗം നല്ല രീതിയിൽ മസാല ആയിക്കോളും. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം വെന്തു കണ്ടോ. മസാലയുടെ തിക്നെസ് ഉണ്ടോ, ഇത്രയും തിക്നെസ് ആകണം. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല. നമ്മൾ ഇതേ രീതി കണ്ടോ, മസാല കണ്ടോ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന മസാല. ഇനി ഞാനൊരു ചെറിയ നാരങ്ങ, നമുക്ക് ഇച്ചിരി പുളി ഇടാം. അതിന് വേണ്ടിയാണ് ഈ നാരങ്ങ ഞാൻ പിഴിഞ്ഞിടുകയാണ്. അപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞിടുമ്പോൾ ഒരു ചെറിയ പുളിയും എരിവൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് നിൽക്കാം. കാരണം ഞണ്ടിന് ഇച്ചിരി എരിവില്ലെങ്കിലുണ്ടല്ലോ ശരിയാകില്ല. അപ്പം ഞാൻ ആ നാരങ്ങ കൂടെ മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഞണ്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് എടുത്ത് ഞാൻ ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. ഈ ചെറിയ ഞണ്ടാണ്. അപ്പം ഇവിടെ ഈ രീതിയിലുള്ള ഞണ്ടുകളെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഞണ്ടെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. ഇത് നമുക്കിനി ശരിക്കും ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇതിനകത്തോട്ട് നമുക്ക് കാണാൻ കയറാൻ ഭാഗത്തൊക്കെ മസാല നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി നമ്മളിതിനെ ഒരു 40 മിനിറ്റ്
40 മിനിറ്റ് ഇതിനെ വേവിക്കാൻ പോവുകയാണ്. 40 മിനിറ്റ് വെന്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് അറിയാം. ഇനി ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ്. അടച്ച് ഇതിനെ വേവിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനിത് അടച്ചു. നമുക്കിതൊരു 40 മിനിറ്റ് ചെറിയ തീയിൽ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെച്ച് അടുക്കി പിടിക്കും, തന്നെയല്ല മസാലകൾ പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിൽ ഞാനിത് ഒരു 40 മിനിറ്റ് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും അറിയാം. അതുവരെ ഇരുന്ന് 40 മിനിറ്റ് വരെ നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ ഞണ്ട് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഞണ്ടിന്റെ കൂടെ കഴിക്കാൻ ചെറിയൊരു സലാഡ് നമുക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ചെറിയൊരു ക്യാരറ്റ് എടുത്തു. അറിയാം, ചീര, അപ്പോൾ നമ്മുടെ സലാഡ് റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഞണ്ടും കൂടെ വെന്ത് കഴിയുമ്പം നമുക്ക് ഇതിനും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. അതുവരെ ഞണ്ട് വേകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം ഏകദേശം നമ്മൾ വെച്ചിട്ട് 40 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതിന് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഞണ്ടെല്ലാം ഒരുവിധം വെന്തു. ഞാനിതിനകത്തോട്ടൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. കാരണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മൊത്തത്തിൽ ഒഴിക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാനത് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മുടെ മല്ലിയില ഇടുകയാണ്. മല്ലിയില ഇട്ടു. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്കിത് ടേബിളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡിയായി. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ്, നല്ല ചൂടോടെ, നല്ല മണമുണ്ട്. നമ്മുടെ മസാലയുടെയൊക്കെ നല്ല അടിപൊളി മണമുണ്ട്. അപ്പോൾ ഞാൻ അതിനെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സലാഡിന്റെ നടുക്കോട്ട് ഞാൻ അനുവദിക്കുകയാണ്. മസാല ഉണ്ടോ? ഞണ്ട് റോസ്റ്റിന്റെ അടിപൊളി മസാലയാണ്. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏതായാലും റെഡിയായി. ഇനി ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. നമുക്കിനി ഞാനൊരു പീസ് എടുത്തു. നല്ല ചൂടുണ്ട് കേട്ടോ, അടിപൊളി ചൂടാണ്. അപ്പം ഞാനൊരു ചീര കഷ്ണം എടുത്തു, ഒരു ക്യാരറ്റ്, ഒരു തക്കാളിക്ക. അപ്പം ഞാൻ ഏതായാലും കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളിയായിരിക്കുന്നു. നല്ല കറക്റ്റ് ഉപ്പ്, എരിവ്, അതുപോലെ നല്ല ടേസ്റ്റ്, നല്ല രീതി വെന്തു കേട്ടോ. ഉള്ളിലെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവേയും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പം പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് തരിക. കാരണം ഇതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്തു തരിക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.